നമസ്കാരം. നമസ്കാരം. ഇവിടെ ഈ ഉടൻപടത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നു ചൂരൽമലക്കാർ മുഴുവൻ ഇപ്പൊ ചുറ്റിലുണ്ട്. അതിന്റെ ഒരു പേടിയുണ്ടോ നാണിയമ്മയ്ക്ക്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനത് വിചാരിച്ചിട്ടും കൂടിയില്ല. ഇതാ ചൂരൽമലയുടെ വേട്ടക്കാരി എത്തിച്ചേർന്നിരിക്കുന്നു. കൊണ്ട് കയ്യടി. നാണിയമ്മ, ഈ നാട്ടുകാരി തന്നെയാണോ? ആണ്. എത്ര കാലമായിട്ട് ചൂരൽമലയിലുണ്ട്? ചൂരൽമലയില് 70 വർഷമായി. 70 വർഷമായി. കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ തന്നെയായിരുന്നു. ജനിച്ചത് എവിടെയാണോ? പാലക്കാട്. എങ്ങനെ ഈ പാലക്കാട് നിന്ന് ചൂരൽമലയിലേക്ക് എത്തിയേ? അത് വിവരമില്ലാണ്ടൊക്കെ നാട് വിട്ടു വന്നു. അയ്യോ, വിവരമില്ലാണ്ട് നാട് വിട്ടോ? വിവരമില്ലാണ്ട് ആര് നാട് വിട്ടു? അച്ഛനും അമ്മയും. എന്തിന്? ഇവിടെ ജീവിക്കാ, ഇവിടെ സൂപ്പറേണ്ടാണ് പറഞ്ഞിട്ട് വന്നാണ്. എന്നിട്ടാ നോക്കുമ്പോ മമ്മൂട്ടി ചത്തലാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് നാണിയമ്മയുടെ? ഇപ്പൊ വീട്ടില് 9 മക്കളാണ്. നാണിയമ്മ, ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ 10 തികയ്ക്കായിരുന്നു. 12 പ്രസവിച്ചു. ആണോ? 4 മരിച്ചുപോയി. അയ്യോ, 9 മക്കളുടെ പേര് പറയാം. 9 മക്കളുടെ പേര് രാജേന്ദ്രൻ, സുരേന്ദ്രൻ, സുഭാഷ്, ദിനേശ്, ദിലീപ്, ജഗീഷ്. ഇപ്പൊ 6 ആയുള്ളൂ. 6. സൗന്ദര, സാമള, യശോദ. 9. നമ്മളെ ഏറ്റവും ആദ്യം നാണിയമ്മ ഇവിടെ വന്ന് നിന്നപ്പോ മുതൽക്ക് ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ ഒരു ഒറ്റ പല്ല് കാണിച്ചിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ്. ആ മൈക്കൊന്ന് മാറ്റിയിട്ട് ചിരിച്ചേ. അയ്യോ, ഗംഭീര, അടിപൊളി. ഇത്ര പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ ചിരി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നാണിയമ്മ എപ്പോഴെങ്കിലേ 10,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ടോ? ഒരുമിച്ച് എവിടെന്നെങ്കിലും? 10,000 ഒന്നുമല്ല, അതിന് കൈ വാങ്ങുന്നുണ്ട്. എത്ര വാങ്ങുന്നുണ്ട് ഇപ്പൊ? പെൻഷൻ എത്രയുണ്ട്? പെൻഷൻ 1000 അല്ലേ? പെൻഷൻ അത് ഒന്നായിട്ട് വാങ്ങാതെ 15 വാങ്ങും. ആഹാ, മിടിക്കുക ചിട്ടിക്ക് കൂട്ടണാരിയാ. 9 മക്കൾക്ക് നാണിയമ്മ അന്ധകാലത്ത് ഭയങ്കര പേടി സ്വപ്നമായിരുന്നോ? പേടി സ്വപ്നം ഒരിക്കൽ പറയണ്ട. കല്യാണം കഴിഞ്ഞ് 24 കൊല്ലാകുമ്പോ അച്ഛൻ മരിച്ചുപോയി. 24 വയസ്സിന്റെ ഇടയ്ക്കാണ് ഈ 11 മക്കള്. ഈ പിന്നെ ഈ 9 ആളിനെ വളർത്തണമെങ്കിൽ ഈ ഒരാൾ എന്ത് ചെയ്യും? എന്ത് ചെയ്തു? എസ്റ്റേറ്റിൽ പോകുള്ള കഞ്ഞിവെള്ളം കൊടുക്കും. നമ്മൾ അരയും മുറുക്കി ആരും തരാനും സഹായിക്കാനൊന്നും ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത്. ഒറ്റയ്ക്കാണ് ഈ 9 മക്കളെ. പിന്നെ ഒരു മൂത്ത മകനും ഉണ്ടായി. ബാക്കി 7 ആളിനെ പഠിപ്പിച്ചു. ഒരു 10ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ ഒക്കെ കൊടുത്തു. അതിനപ്പുറം പഠിപ്പിക്കാൻ വയ്യ. കഞ്ഞി 3 നേരം കൊടുക്കാനേ വയ്യ. ഒരു മൂട് കീറിയ ടൗസറും ഉണ്ടാവും, ഒരു നല്ല ടൗസറും ഉണ്ടാവും. ഒരു നല്ല ടൗസറും ഉണ്ടാവും. വീട്ടിൽ വരുന്ന സമയത്ത് മൂട് കീറിയ ടൗസർ, സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല ടൗസർ. ഒരേ ജോഡി. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയാറുണ്ടോ, നിന്നെയൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട വളർത്തിയെന്ന് നിനക്കൊന്നും അറിയാൻ പാടില്ല, എന്നിട്ട് നീയൊക്കെ ഇപ്പൊ വളർന്നപ്പോ? അതൊക്കെ പറയൂ. നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കൊടുക്കുന്ന ആളിനാണ്. പഴയ കാലത്തിലേക്കൊന്ന് ഓർമ്മ പോയോന്ന്? പോയി. ഭർത്താവ് എന്താ നാണിയമ്മയെ വിളിച്ചത്? അയാള് എപ്പോഴും ഡേ എന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷമായിരുന്നു. പേരൊന്നും വിളിക്കില്ല, ഡേ എന്നാണ് വിളിക്കുന്നത്. അത് തേയിലത്തോട്ടത്തിലൊക്കെ നിന്നിട്ട് ഡേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവാണെന്ന് അറിയാം. ആ നീട്ടി വിളിയൊന്ന് വിളിച്ചേ. ആ മൈക്കൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ. നല്ല രസമുണ്ടല്ലോ. ആ ഒരു പല്ലിന് മാത്രം എന്ത് പറ്റിയെന്തോ? എല്ലാ പല്ലും ഞാനല്ലേ പറിച്ച്. സ്വന്തമായിട്ട് പറിച്ചോ? ഒരു ഡോക്ടറെ അടുത്തും പോയില്ല? ഇല്ല, അവിടെ ഷുഗർ കൊണ്ട് പറിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഷുഗർ ഉള്ളതുകൊണ്ട് പറിച്ചു തരില്ല എന്ന് പറഞ്ഞു. വേദന സഹിക്കുക വയ്യാതെ ഞാൻ ഒറ്റയ്ക്ക് പറിച്ചു. അതാണ് നാണിയമ്മ. അപ്പൊ ഇനി ഈ പല്ല് ഇളകിയിട്ടില്ല, അതുകൊണ്ട് പറിച്ചിട്ടില്ല. ഇളക്കം തട്ടാത്ത ഒരൊറ്റ പല്ലേ ഉള്ളൂ ഇനി. ആ പല്ലിന് നമ്മൾ അവിടെ കൊണ്ട് വെച്ചേക്കാം, വല്ലപ്പോഴും ഇറച്ചി കടിക്കാൻ. അത് ഇറച്ചിയൊന്നും ഒന്നും കൊണ്ട് കടിക്കാൻ പറ്റില്ല, 2 വേണം. ഇവിടെ 9 മക്കളെ ഒറ്റയ്ക്ക് നിന്ന് വളർത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഒറ്റയ്ക്ക് നിന്ന് വളർത്തുന്ന സമയത്ത് ചോറും കൂട്ടാനും ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ ഉള്ളതൊക്കെ കൊടുത്തിട്ട് മുണ്ടാ കിടന്നുറങ്ങി വേണ്ടി ഓരോന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാടിയൊക്കെ. ഉള്ളത് കഴിച്ച് കിടക്കുക, നമ്മൾ മാത്രം കഞ്ഞിവെള്ളം കുടിച്ച് വയറ് നിറക്കുക. അങ്ങനെ എത്ര ദിവസം കിടന്നിട്ടുണ്ട്? കുറെ കാലം, 2-3 വർഷം കിടന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ പേടിച്ചു പോയിട്ടുണ്ടോ? പേടിക്കാൻ എന്ത് കിടക്കണ്, നമ്മൾ പോയി ഇറക്കാനും കൂടി അറിയുന്ന ആൾക്കാരല്ലേ. എവിടെയും പോയിട്ട് കഞ്ഞിവെള്ളം എന്താ പറഞ്ഞ് വാങ്ങിക്കുടിക്കും. അങ്ങനെ വിശപ്പോ നല്ല മാറുമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഒരു 2-3 കൊല്ലം ഇത്തിരി ബുദ്ധിമുട്ട്. പിന്നെ ഓരോരുത്തർ പണിക്ക് പോകാനായി കുട്ടികള് അങ്ങനെ മുന്നോട്ട് വന്നു. നൊന്തുപെറ്റ മക്കളെ ചങ്കുറപ്പ് കൊണ്ട് നേരിട്ട ചൂരൽമലയുടെ ഉരുക്ക് വനിത. എന്താ പേര്? ദിനേശ്. ഏത് നാട്ടുകാരനാ? ഞാൻ വയനാട്ടുകാരൻ. ഇവിടെ തന്നെ ചൂരൽമലക്കാരൻ തന്നെ. എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ വർക്കാണ്. എങ്ങനെയാണ് നാണിയമ്മ അറിയാ?
അമ്മയാണ്. മോനാണോ? യെസ്. ഇതല്ലേ ആദ്യം പറയണ്ടേ? എന്താ എങ്ങനെ അറിയോ? പിന്നെ ചെറിയൊരു ബന്ധമുണ്ട്. അമ്മയാണ്. ഈ അമ്മയുടെ പ്രത്യേകത എന്താ? അമ്മ ആ സംഭവ ആണോ? നാണിയമ്മ ദിനേശിനെ എന്തിനാണ് ഏറ്റവും കൂടുതൽ തല്ലിയത്? അവൻ ഭക്ഷണത്തിന് സാഠ്യം പിടിക്കും. ഭക്ഷണം കഴിക്കാനായിട്ട്. കഴിക്കാനായിട്ടോ? ആ സാഠ്യം പിടിക്കും. അവിടെ നിൽക്ക് ആകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കൊടുക്കും. ആ തീറ്റ പണ്ടാരായിരുന്നു ചെറുപ്പത്തില്. ചൂടോടുകൂടി തിളച്ച കഞ്ഞിയൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം വേണോന്ന് പറഞ്ഞിട്ട് അതിൽ ചാടി പിടിക്കും. എന്തോ പറയാനുണ്ട്. ക്ലാസ് പോകാനൊന്നും മടിയില്ല. ക്ലാസ് പോകാനൊന്നും മടിയുണ്ടായിട്ടില്ല. ക്ലാസ്സിൽ പോകാനൊന്നും മടിയില്ല. പക്ഷെ ഭക്ഷണം വേഗം ആകണം. അത്രേ ഉണ്ടായില്ലേ. നിന്റെ വയറ്റിൽ കൃമിയാണോ എന്നൊക്കെ ചോദിക്കണ്ടോ? നാണിയമ്മ പാട്ട് പാടോ? പാട്ട് ഫുള്ളായിട്ടൊന്നും കിട്ടൂല. അല്ലെ ഫുള്ളായിട്ട് വേണ്ട, ഒരു 2 വരിയൊക്കെ പാടാൻ പറ്റുമോ? പഴയ പാട്ട്, പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പാട്ട്. ഈ സ്കൂളിൽ പോയിട്ടേ ഇല്ല. അയ്യോ, സ്കൂളിൽ പോയിട്ടില്ല. ഇതൊക്കെ പാടാറിയാം. ജണ്ടാവും ജാതേകേശമാർ അതൊക്കെ മതി മതി. നാണിയമ്മയ്ക്ക് അറിയാവുന്ന പാട്ട് പാടിയാ മതി, ഞങ്ങൾ അതേ കേൾക്കുള്ളൂ. പാട്. ജണ്ടാവും ജാതേകേകമാര സ്വതിരംഗ പ്യാര കോൺഗ്രസാനേവാല മാതൃഭൂമി ഗദന മനസാര രണ്ടാവൂഞ്ചാരേകമാര. നാണിയമ്മയ്ക്ക് ചൂരൽമലയിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത കൈയടിയാണ് ഇപ്പൊ കിട്ടിയത്. ആണ്. ഇത് എവിടുന്ന് പഠിച്ചേ? വെറുതെ പഠിക്കല്ലേ. വെറുതെ പഠിക്കല്ലേ? ഞാനാരാ പോണെന്ന്? ആരാ പഠിപ്പിച്ചെന്നാലും? ആരാ പഠിപ്പിച്ചെന്ന്? ആരുമില്ല. ഈശ്വരൻ അല്ലേ? ഈ എത്രാമത്തെ വയസ്സിലാണ് ഈ ചൂരൽമലയിലേക്ക് വരുന്നത്? 1 വയസ്സ് എനിക്ക്. 1 വയസ്സ്. അപ്പൊ ഇപ്പൊ 71 വയസ്സായി. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. പെണ്ണ് കാണാൻ വന്നതൊക്കെ ഓർമ്മയ്ക്കുണ്ടോ? ഓ, എന്തായിരുന്നു ആ ഒരു ഓർമ്മ? അതൊരു ഓർമ്മ. രണ്ടാളും കൂടി ഇങ്ങനെ വന്നു. ഞാൻ ഇങ്ങനെ പുഴയ്ക്ക് പോണ്ടായി. അപ്പൊ ഇങ്ങനെ നോക്കിട്ട് അവര് പോയി. നമ്മള് പുഴയ്ക്ക് കുളിക്കാൻ പോവാ. വിഷ്വലൈസ് ചെയ്ത് നോക്ക്. അതായത് എത്ര വർഷം മുമ്പുള്ള കഥയെന്നറിയോ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്മരണയാണ്. 1964 പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് പെണ്ണുകളുടെ കഥ പറ. കഥ 65 കല്യാണം. അതല്ല, അങ്ങനെയൊന്നുമല്ല കഥ പറയാൻ. കഥ രണ്ടാൾ കൂടി വന്ന്. കല്യാണ ചെക്കനും അതിന്റെ കൂട്ടുകാരും ഒരു കൂട്ടുകാരനും ആകെ 2 ആള്. അത് വന്നിട്ട് ഞാൻ അരക്കാൻ പോകുണ്ടായി. അപ്പൊ അവര് അവിടെ നിന്ന് നോക്കി പോയി പെണ്ണ് കണ്ടു. പിന്നെ അവരെ തണ്ടിന്റെ അടനെയാ വിടുക, തണ്ടനെയൊക്കെയാ വിടാന്ന്. അന്ന് പ്രേമ കല്യാണമൊന്നുമില്ല. ഇല്ല. ആരെ കെട്ടിക്കൊടുത്താലും പൊയ്ക്കോണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാണിയമ്മ ശരിക്ക് കണ്ടായിരുന്നോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന? അല്ല, അതിന്റെ മുന്നേ കണ്ടിട്ടേ ഇല്ല. അല്ലല്ല, ഈ നോക്കാനായിട്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ശരിക്ക് കണ്ടോ? ഒരു ദേശം ഒരു മിന്നാട്ടം പോലെ കണ്ടു. ഒരു മിന്നാട്ടം പോലെ കണ്ടു. ഇഷ്ടപ്പെട്ടോ അപ്പൊ തന്നെ? ഇല്ല. ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇപ്പൊ എപ്പോഴാ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ട് പറഞ്ഞാല് ഞങ്ങളെ അച്ഛൻ പറയും, ആള് കറുപ്പാണെങ്കിൽ ചോറ് വെളുത്തിട്ടുണ്ടാവും മോളെ, അതെന്നെ കെട്ടണോന്ന്. അതാണ്. ആള് കറുത്തിട്ടാണെങ്കിലും ഉള്ളു വെളുപ്പായിരിക്കും, അങ്ങനെയാണെങ്കിൽ കെട്ടണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അതങ്ങ് സമ്മതിച്ചു. അങ്ങനെ കറുത്ത ആളിനെ കെട്ടി. ഉള്ളു വെളുപ്പായിരുന്നോ? 23-4 കൊല്ലം ഞങ്ങൾ താമസിച്ചപ്പോ നല്ല പവന്റെ വെളുപ്പാ. പവന്റെ വെളുപ്പാണ്. അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല. അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല. ദേ എന്നൊരു വിളി കേൾക്കുമ്പോ ഇങ്ങനെ ഉള്ളം പെടയും. എന്താ 16 ആള് വിളിക്കുന്ന പോലെ ഉണ്ടാവും. പതിനാറ് ആള് വിളിക്കുന്ന പോലെ ഈ അഷ്ടദിക്കുകൾ മുഴങ്ങും. ഡേയ് അല്ലേ? അതെ.